മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ആ തൂക്കി നോക്കുന്നു എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചില്ലേ? കടയിൽ പോയി നമ്മൾ 2 കിലോ ആപ്പിൾ ചോദിക്കുന്നു, 2 കിലോയുടെ ഒരു കട്ടി വെക്കുന്നു, വെയിറ്റ് വെക്കുന്നു, ആപ്പിൾ മറുവശത്ത് തൂക്കുന്നു. അത് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഇത്തിരി താന്നിരിക്കണം. ഇതുപോലെ ഒരാത്മീയൻ്റെ പ്രവൃത്തികൾ ദൈവം തൂക്കി നോക്കുന്നു. പ്രവൃത്തികളെയല്ല നോക്കുന്നത്, ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നീ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഓഫറിങ് കൊടുക്കുന്നു, ദരിദ്രരോട് ദയ കാണിക്കുന്നു. നിന്റെ മോട്ടീവ് ദൈവം തൂക്കി നോക്കുന്നു. നിന്റെ ഹൃദയത്തിലെ ഉദ്ദേശം ദൈവം തൂക്കി നോക്കുന്നു. മാതാപിതാക്കളോടുള്ള, സഹോദരങ്ങളോടുള്ള, കൂട്ടു സഹോദരങ്ങളോടുള്ള, മക്കളോടുള്ള, സഭാംഗങ്ങളോടുള്ള നിന്റെ ഇടപെടൽ ദൈവം തൂക്കി നോക്കുന്നു. ദൈവം ഇസ്രായേൽ മക്കളോട് ചോദിക്കുകയാണ്, ജനമേ, നിങ്ങൾ ഇങ്ങനെയാണോ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം അതുപോലെ അനുഗ്രഹിച്ചു. പക്ഷെ ഇവർ പകരം കൊടുത്തത്, ഇവരുടെ തട്ട് പൊങ്ങിയിരുന്നു, അത് താഴണമായിരുന്നു. ഇന്ന് നമ്മൾ വിശ്വാസികൾ കൃപയാൽ പാപത്തിൽ നിന്നും, ലോകത്തിൽ നിന്നും, നരകത്തീയിൽ നിന്നും രക്ഷിക്കപ്പെട്ടവർ, ഭാഗ്യം ലഭിച്ചവർ, ദൈവവചനം കിട്ടിയവർ, അരുളപ്പാട് പ്രാപിച്ചവർ, വചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവർ, ദൈവിക അനുഗ്രഹങ്ങൾ കിട്ടിയവർ. നമ്മുടെ തട്ട് താന്നിരിക്കണം, ദൈവത്തോടുള്ള ഇടപെടലിലും മനുഷ്യരോടുള്ള ഇടപെടലിലും.